മഞ്ഞിൽ പതിഞ്ഞുപോയ പാദമുദ്രകളെ തേടി ഒരു വേൾഡ് തനിച്ചുള്ള യാത്രയാണിത്. നമ്മൾ നനച്ചതിനേക്കാൾ നിഗൂഢമാണ് മഞ്ഞ്. എന്തൊക്കെയാണ് അവൾക്ക് കൂട്ടുപോകുന്നത്? അതറിയാൻ സോണിയ ചെറിയൻ രചിച്ച സ്നോ ലോട്ടസ് എന്ന ഈ പുസ്തകം വായിക്കണം. മാതൃഭൂമി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് 350 രൂപയാണ് വില വരുന്നത്. ഇനി നോവലിലേക്ക്. ഓപ്പറേഷൻ സ്നോ ലോട്ടസ് എന്ന രഹസ്യ മിഷൻ. അതിൽ ഗോപയ്ക്ക് നഷ്ടമാകുന്നത് മേജർ മുകുന്ദ് എന്ന അവളുടെ അച്ഛനെയാണ്. അവളുടെ അച്ഛനെ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് പിന്നീട് അങ്ങോട്ട്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അച്ഛനെ നഷ്ടപ്പെടുന്ന ഗോപ, അവളും അവളുടെ അമ്മയും കടന്നു പോകുന്ന കുറെ മാനസികമായ വ്യതകളുണ്ട്. അതിനിടയിലും അവൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ട് അവൾക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. അങ്ങനെ അമ്മ പോലും അറിയാതെ അവൾ അന്വേഷിച്ചിറങ്ങുകയാണ് ശംഭാല എന്ന നിഗൂഢതയിലേക്ക്. അതിനവൾക്ക് കൂട്ടുപോകുന്നത് ധാവ എന്ന ലാമയാണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന മനോഹരമായ പ്രണയം. നമുക്ക് പലപ്പോഴും ഈ യാത്രയിൽ മഞ്ഞിന്റെ ശക്തമായ പ്രഹരമേൽക്കാം, അതുപോലെ തന്നെ നനുത്ത തലോടലും ഏൽക്കാം. അങ്ങനെ നമുക്ക് ഈ സ്നോ ലോട്ടസിലൂടെ ഹിമാലയം മുഴുവൻ ചുറ്റിക്കാണാം, ടിബറ്റും. യാത്രകൾ പലപ്പോഴും ഒരു അനുഭവമാണ്. അതിനപ്പുറത്തേക്കുള്ള അനുഭവമാണ് വായന നമുക്ക് നൽകുന്നത്. അങ്ങനെയുള്ള ഒരു വായന അനുഭവമാണ് സ്നോ ലോട്ടസ്. വളരെ മനോഹരമായ ഒരു പുസ്തകം എന്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളും ചേർക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.